എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ക്ഷേമ പെൻഷൻ ഈ മാസത്തേത് വിതരണത്തിന് തയ്യാറെടുക്കുകയാണ്. ഈ മാസം 24, 25 തീയതികളിലേക്കായി ജൂലൈ മാസത്തെ പെൻഷൻ എത്തിച്ചേരുന്നതാണ്. ബാങ്ക് അക്കൗണ്ടുകളിലെ വിതരണം കഴിഞ്ഞാൽ അടുത്ത മാസം ആദ്യത്തോടു കൂടി തന്നെ കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതാണ്. ഈ പെൻഷൻ വിതരണം കഴിഞ്ഞ് പിന്നെ ഒരു മാസത്തെ സാവകാശമൊന്നും ഉണ്ടാകില്ല. അതിനുള്ളിൽ തന്നെ ഓണപ്പെൻഷൻ ലഭിക്കും എന്നുള്ളതാണ്. 2 മാസത്തെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഓണപ്പെൻഷൻ നേരത്തെ ലഭിക്കും എന്ന കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. ഈ ഒരു മാസത്തിനുള്ളിൽ ക്ഷേമ പെൻഷൻ 6000 രൂപ വരെ, അതായത് ജൂലൈ പെൻഷനും ഓഗസ്റ്റ് പെൻഷനും ഓണായതുകൊണ്ട് തന്നെ സെപ്റ്റംബറത്തേത് നേരത്തെ നൽകാനും സാധ്യതയുണ്ട്. അങ്ങനെ 6000 രൂപ വരെ പെൻഷൻ ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു മാസത്തിനുള്ളിൽ. ഇല്ലെങ്കിൽ 4000 ഉറപ്പാണ്. ഈ മാസത്തെയും അടുത്ത മാസത്തേതും ഒരു 25 ദിവസത്തിനുള്ളിൽ എന്തായാലും 20-25 ദിവസത്തിനുള്ളിൽ എന്തായാലും എത്തിച്ചേരുന്നതാണ്. ഇപ്പൊ ഇത് മാത്രമല്ല, ഓണായതുകൊണ്ട് ഇത് മാത്രമല്ല, വിവിധ സഹായങ്ങളാണ് സർക്കാരിൽ നിന്നും ലഭിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന വലിയ ആനുകൂല്യം. ഇരട്ടി റേഷനാണ് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കാൻ പോകുന്നത്. ഇരട്ടി റേഷൻ എന്ന് പറഞ്ഞാൽ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് റേഷൻ കടയിൽ നിന്നും അതേ സാധനങ്ങൾ തന്നെയാണ് ലഭിക്കുക. പിങ്ക് റേഷൻ കാർഡിന് കൂടുതലൊന്നും ഉണ്ടാകില്ല, നിലവിൽ ലഭിക്കുന്നത് തന്നെയായിരിക്കും. പക്ഷേ മഞ്ഞ റേഷൻ കാർഡിന് സൗജന്യ ഓണക്കിറ്റ് ലഭിക്കുന്നതാണ്. അതിന് 56 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇനി നീല വെള്ള റേഷൻ കാർഡിന് സ്പെഷ്യൽ അരി ഉണ്ടാകും എന്നാണ് അറിയിക്കുന്നത്. 10 കിലോ വരെ സ്പെഷ്യൽ അരി ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. 10 രൂപ 90 പൈസ നിരക്കിലായിരിക്കും ആ ഒരു അരി ലഭിക്കുക. ആ ഒരു രീതിയിൽ ഇരട്ടി റേഷൻ ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, എല്ലാ റേഷൻ കാർഡുള്ളവർക്കും 3 കിറ്റ് പണം കൊടുത്ത് വാങ്ങാം. സബ്സിഡി സാധനങ്ങളും പണം കൊടുത്താൽ വാങ്ങാൻ കഴിയും. 200 കോടി രൂപയാണ് ഓണച്ചന്തകൾ തുടങ്ങുന്നതിനും ഓണക്കാലത്തെ വിപണി ഇടപെടലിനും വേണ്ടിയിട്ട് ധനവകുപ്പ് ഭക്ഷ്യവകുപ്പിന് അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 3 വിധത്തിലുള്ള കിറ്റ്, അതായത് ഒരു 250 മുതൽ 300 രൂപ വരെ വില വരുന്ന ഒരു ഓണക്കിറ്റ്, അതുകൂടാതെ 500 രൂപ വില വരുന്ന കിറ്റ്, 1000 രൂപയുടെ കിറ്റ്, ഇങ്ങനെ 3 കിറ്റ് ലഭിക്കാനാണ് സാധ്യത. ഇതെല്ലാം എല്ലാ റേഷൻ കാർഡുള്ളവർക്കും വാങ്ങാൻ കഴിയുന്നതാണ്. ഈ കിറ്റിന്റെ വില ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാലും അതിന്റെ മൂല്യം അതിൽ കൂടുതൽ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഓണക്കിറ്റ് വിതരണവും ഇപ്പോൾ ആരംഭിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ ഓണം ബമ്പറിന്റെ വിൽപ്പന തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായും കൊണ്ട് 5 കോടി രൂപ ഒന്നാം സമ്മാന തുക കൂട്ടിയിട്ടുണ്ട്. ടിക്കറ്റ് വിലയിൽ വർധനവ് വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും DA/DR കുടിശ്ശിക 2% വിതരണം ചെയ്യും. ഉത്സവ ഭത്ത, ഓണം ബോണസ് എന്നിവയും വിതരണം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വിതരണം അടുത്ത മാസങ്ങളിൽ ഉണ്ടാകുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.